എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ ഒരു ചെറിയ മൈനോറിറ്റിക്ക് മാത്രം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആയിരിക്കും. അത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ഇത്രയധികം സൈബർ അറ്റാക്ക് ഒരു കൊച്ചുകുട്ടിക്കെതിരെ വരില്ല. ബാക്കിയുള്ള ആളുകൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു കുട്ടിയുടെ വിഷമം എന്ന് പറയുന്നത് സെലിബ്രിറ്റികളായിട്ടുള്ള അച്ഛൻ്റെയും അമ്മയുടെയും ഒരു കുട്ടി, അദ്ദേഹം തനിക്ക് അനുഭവിക്കേണ്ടി വന്ന, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തു. അതൊരു കുടുംബ പ്രശ്നമായി സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾക്ക് നോക്കിക്കാണാം. രണ്ട് പേര് വേർപിരിഞ്ഞു കഴിഞ്ഞാലും അതിൽ വേർപിരിഞ്ഞ ആളിൽ ഒരാൾ നാർസിസിസ്റ്റ് ആയിട്ടുള്ള മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ മറ്റൊരാളെ വെറുതെ വിടാനായിട്ട് സമൂഹവും തീരുമാനിച്ചിട്ടില്ല. അവർ കാര്യമായി തന്നെ പിറകെ നടന്ന് അറ്റാക്ക് ചെയ്യും. കാലഘട്ടം മാറുന്നതനുസരിച്ചിട്ട് ചില കാര്യങ്ങളിലൊക്കെ ക്ലാരിറ്റി വരും, ചില കാര്യങ്ങളിലൊക്കെ ജെനുവിനിറ്റി വരും. അത്തരത്തിൽ ജെനുവിനായിട്ട് ആൻസർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്തുകൊണ്ട് നിങ്ങൾ മദ്യപിക്കുന്നു എന്നുള്ളത്. ഇപ്പോഴത്തെ ആളുകളോട് നിങ്ങൾ എന്തുകൊണ്ടാണ് മദ്യപിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂരിപക്ഷം ആളുകളും ഈ ന്യൂ ജനറേഷൻ പറയും, ഒന്ന് ചില്ലാവണ്ടേ ബ്രോ, വീക്കെൻഡൊക്കെ അല്ലേ, അടിച്ചു പൊളിക്കണ്ടേ. അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് രസം? ഈ രസം, സന്തോഷം, ഇത് എനിക്ക് വേണ്ടിയാണ് എന്നുള്ള ഒരു ജെനുവൻ ആയിട്ടുള്ള അപ്രോച്ച്, എൻ്റെ ആഗ്രഹപ്രകാരമാണ് എന്നുള്ള ജെനുവൻ ആയിട്ടുള്ള സമ്മതമൊക്കെ ഇപ്പോൾ കിട്ടുന്ന ഉത്തരത്തിന്റെ ഭാഗമാണ്. എന്നാൽ എൻ്റെ അപ്പനൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു ജനറേഷനിലുള്ള മദ്യപാനികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ യാതൊരുവിധ മടിയും ഉളുപ്പും ഇല്ലാതെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒറ്റ ഉത്തരം പറയും, സമാധാനം കിട്ടാൻ വേണ്ടിയാണ് കള്ളു കുടിക്കുന്നത്. വീട്ടിൽ സമാധാനമില്ല, സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇതൊന്ന് കുടിച്ചിട്ട് വേണം സമാധാനമായിട്ട് കിടക്കാനായിട്ട്. ചില ആളുകൾ പറയും പകൽ മുഴുവൻ പണിയെടുത്തിട്ട് വൈകിട്ട് ഉറങ്ങണ്ടേ, വല്ലാത്ത കഷ്ടപ്പാടാണ്, അതുകൊണ്ടാണ് മദ്യപിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിലെ കുട്ടികളൊക്കെ കുറച്ചും കൂടെ ജെനുവിൻ ആണ് എന്നുള്ളത് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റമാണ്. ഇവിടെ നമ്മൾ ഒരാളെ അഡ്രസ്സ് ചെയ്യുകയാണ്, മദ്യപാനിയായിട്ടുള്ള ഒരു വ്യക്തി. ഈ മദ്യപാനിയായിട്ടുള്ള ഒരു വ്യക്തി ഒരു നാർസിസിസ്റ്റും കൂടെ ആയിക്കഴിഞ്ഞാൽ ആ ഒരു കോംബോ എത്രയധികം ആളുകൾക്ക് ദുരന്തം ഉണ്ടാക്കും എന്നുള്ളത് ശരിക്കും ഒന്ന് മനസ്സിലാക്കേണ്ട സംഗതി തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഈ സോഷ്യൽ മീഡിയ അപ്രോച്ചുകൾ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ അമ്മയ്ക്കും തനിക്കും നൽകുന്ന മാനസിക പീഡനങ്ങളൊക്കെ പുറത്തു വന്ന് പറയുകയുണ്ടായി. അത് അധികം കുട്ടികൾ ചെയ്യുന്ന ഒരു സംഗതിയല്ല. കാരണം കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ട്രോമ എന്ന് പറയുന്നത് തൻ്റെ ചുറ്റുപാടുമുള്ള സന്തോഷകരമായിട്ടുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്കിടയിൽ താൻ ഒറ്റപ്പെട്ട് നിൽക്കുന്നതാണ്. ഇത് വലിയൊരു ട്രോമയാണ്. ഇത് അനുഭവിച്ചിട്ടുള്ള ആളുകൾക്കറിയാം. ഒരിക്കലും മദ്യപാനിയായിട്ടുള്ളൊരു അച്ഛനെ ഒരു കുട്ടിക്ക് തൻ്റെ സൂപ്പർ ഹീറോ ആയിട്ട് കാണാൻ ഭൂരിപക്ഷം കേസുകളിലും പറ്റാറില്ല. എന്തൊക്കെ തരം ന്യായീകരണങ്ങൾ നിരത്തിയാലും അച്ഛൻ ഒരു മദ്യപാനിയാണ്. മദ്യപാനിയായിട്ടുള്ള അച്ഛൻ ഈ കുട്ടിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ഒരു മുക്കാൽ സമയത്തും നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കുട്ടിക്ക് ആ ഒരു നോർമൽ അച്ഛനെ കാണാൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹമായിരിക്കും എപ്പോഴും ഉണ്ടാവുക. ശരിക്കും ഈ കുട്ടികൾക്ക് അച്ഛൻ എന്ന് പറയുന്നത്, അവര് പെൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവര് ആദ്യം അടുത്ത് ഇടപഴകുന്ന ഒരു ആണാണ്. അവിടെ ഉണ്ടാകുന്ന ട്രോമകൾ എന്ന് പറയുന്നത് ഭാവിയിലുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസിൽ വരെ പ്രതിഫലിക്കാറുണ്ട്. പലപ്പോഴും വിവാഹം കഴിക്കാനായിട്ട് മടിക്കുന്ന പെൺകുട്ടികളോട് നമ്മൾ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന കാരണമുണ്ട്, തൻ്റെ വീട്ടിൽ കണ്ടു വളർന്ന ഒരു ഡൊമസ്റ്റിക് വയലൻസ്. തൻ്റെ അച്ഛനെ പോലെ ഒരാളാണ് തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവർക്ക് ആ ഒരു പേടിയുണ്ട്. ഈ ചൈൽഡ്ഹുഡിൽ കാണുന്ന കാര്യങ്ങൾ അവസാനം വരെ മനസ്സിനെ ഹോണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിനിടയിൽ ഇവിടെ ഇപ്പം മറ്റേ പാടിക്കൊണ്ട് നടക്കുന്ന കുറേ ടീമുണ്ട്, ബ്രേക്കപ്പായി ജീവിതം ആകെ മൊത്തം നിരാശയിലേക്ക് പോയി. അത് മറന്നു പോകുന്ന സംഗതികൾ. മറ്റൊരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറും ഓർമ്മകൾ മാത്രം, അത് എന്ത് ബോറായിരുന്നു എന്ന് തോന്നുന്ന ഒരു തോന്നൽ മാത്രം സമ്മാനിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ബ്രേക്കപ്പ് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് ചൈൽഡ്ഹുഡ് ട്രോമാസ് നൽകിയ നാർസിസിസ്റ്റ് ആയിട്ടുള്ള മദ്യപാനിയായിട്ടുള്ള ഒരു അച്ഛനുണ്ട് എന്നുണ്ടെങ്കിൽ അത് ജീവിത അവസാനം വരെ നിങ്ങളെ ഹോണ്ട് ചെയ്യുന്ന ഓർമ്മകൾ സമ്മാനിക്കും. അവിടെ എപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ജെന്യുവൻ ആയിട്ടുള്ള സ്നേഹമൊന്നും ഉണ്ടാവില്ല. അച്ഛൻ മദ്യപിച്ചു വന്ന് അമ്മയെ മർദ്ദിക്കുന്ന ആ ഒരു രംഗങ്ങൾ അവസാന കാലം വരെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. ഇതാണ് നമ്മുടെ നാട്ടിലെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു കോംബോയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ചില ചർച്ചകളിൽ എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. ഈ നാർസിസിസ്റ്റ് ആയിട്ടുള്ള മദ്യപാനിയായിട്ടുള്ള അച്ഛൻ്റെ കോംബോ എന്തുകൊണ്ടാണ് ഭയങ്കര ഡേഞ്ചർ ആവുന്നത് എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് പറയാം. ഈ മദ്യപാനിയാണെങ്കിലും ഡൊമസ്റ്റിക് വയലൻസ് ഉള്ള വീടാണെങ്കിലും അവിടെ കുട്ടികൾ ഉണ്ടാവാറുണ്ട്. എങ്ങനെയാണ് ഈ കുട്ടികൾ ഉണ്ടാവുന്നത്? പലപ്പോഴും വളരെ ഡാർക്ക് ഹ്യൂമറായിട്ട് ആളുകൾ ചോദിക്കാറുണ്ട്. എന്നും പ്രശ്നങ്ങളാണ്, എന്നാലും പിള്ളേരുടെ എണ്ണത്തിൽ കുറവുകളൊന്നുമില്ല. എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതാണ് ഈ മദ്യപാനിയായിട്ടുള്ള നാർസിസിസ്റ്റിന്റെ മെയിൻ സംഭവം. അവൻ്റെ ആവശ്യങ്ങളിൽ നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യും. അവൻ്റെ ലൈംഗികത എന്ന് പറയുന്ന ഒരു ആവശ്യത്തിൻ്റെ സമയത്ത് അവൻ്റെ പങ്കാളിയെ നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ നടത്തും. കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവൻ്റെ സ്വഭാവം മാറും, മദ്യപിച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ സ്വഭാവം മാറും, പിന്നീട് വന്ന് നല്ല ഇടിയിടിക്കും. ഈ നാർസിസിസ്റ്റ് ആയിട്ടുള്ള മദ്യപാനി, ഉപദ്രവകാരി, കള്ളക്കറിയാൻ കഴിഞ്ഞ് രാവിലെ തൊട്ട് തുടങ്ങുന്ന പരിപാടി എന്ന് പറയുന്നത് തലേദിവസം ചെയ്ത ആ ഒരു കാര്യങ്ങളെ ന്യായീകരിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം രാവിലെ തൊട്ട് തൻ്റെ ആക്ടിവിറ്റികളിൽ ഏർപ്പെടാൻ തുടങ്ങും. വീട്ടിലെ കുറ്റങ്ങൾ പല ആളുകളോട് പറയും, സിമ്പതി പിടിച്ചു പറ്റും.
അപ്പൊ അത് കാണുന്ന സമയത്ത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പുരുഷ കേന്ദ്രീകൃത ചിന്താഗതി വെച്ചിട്ട് അയ്യോ അയാൾ എന്തോ ഒരു കഷ്ടപ്പാടാണ്, അയാളുടെ സ്നേഹം കണ്ടില്ലേ, മക്കളോടൊക്കെ എന്ത് സ്നേഹമാണ്. പുറത്ത് ഈ പറയുന്ന ഇമേജ് നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള നാർസിസിസ്റ്റ് ആയിട്ടുള്ള മദ്യപാനിയായിട്ടുള്ള ആളുകൾക്കറിയാം. അവരുടെ മദ്യപാനത്തിന്റെ കാരണം അവരുടെ മദ്യത്തോടുള്ള വെണ്ണയല്ല, കൊതിയല്ല, അത് മറ്റു പല ആളുകളാണ് അതിന്റെ കാരണങ്ങൾ. ഇങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും അവരുടെ ആ ഒരു തെറ്റിനെ സമ്മതിക്കില്ല. ആ ഒരു ഡേഞ്ചറസ് കോംബോ തൻ്റെ വീട്ടിൽ കുട്ടിക്കാലം മുതൽ കണ്ട് തുടങ്ങുന്ന ഒരു കുട്ടി അത്രയധികം ഉൾവലിയും. ഈ കഴിഞ്ഞ ദിവസം ആ ഒരു കുട്ടി ആ ഒരു കാര്യങ്ങൾ പറയുന്ന സമയത്ത് എനിക്ക് ആ കുട്ടിയെ ചേർത്ത് നിർത്താൻ തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കുട്ടികളും അത്തരത്തിൽ തുറന്ന് സംസാരിക്കാറില്ല. കുട്ടികൾക്ക് സന്തോഷകരമായിട്ടുള്ള കുടുംബത്തിൽ നിന്ന് വരുന്നു എന്ന് പറയുന്ന അത്ര അഭിമാനമൊന്നും, തനിക്കൊരു നല്ല അച്ഛനുണ്ട് അമ്മയുണ്ട് എന്നൊക്കെ പറയുന്ന അത്ര അഭിമാനമൊന്നും ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സങ്കടങ്ങൾ വെളിവാക്കുന്ന സമയത്ത് കിട്ടത്തില്ല. ബാലക് ബുദ്ധി അദ്ദേഹത്തിൻ്റെ ഫാൻസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, നാർസിസിസ്റ്റുകളുടെ ഒരു വലിയ സംഘം തന്നെ സോഷ്യൽ മീഡിയയിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഇവിടെ വന്ന് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയാണ്. അറ്റൻഷൻ കിട്ടിയിരുന്നത് പുഴുങ്ങി തിന്നാനോ? ഇതുപോലുള്ള അറ്റൻഷൻ സീക്കേഴ്സ് മാനിപ്പുലേറ്റ് ചെയ്ത് ഇമേജ് കാത്തു സൂക്ഷിക്കേണ്ട ആളുകളുടെ ഉദ്ദേശമാണ് ഈ ജെന്യുവൻ ആയിട്ടുള്ള അനുഭവങ്ങൾ പറയുന്ന ആളുകളെ എങ്ങനെയും തടയുക എന്നുള്ളത്. പക്ഷേ ഈ ബാലക് ബുദ്ധി അധികം കാലം മുന്നോട്ടേക്ക് പോവില്ല. ഈ പുരുഷന്മാരുടെ ഒരു ഡേഞ്ചറസ് കോംബോയുടെ ഒരു പ്രത്യേക ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഏത് കിഴ പറഞ്ഞവൻ എന്ത് ക്രൈം ചെയ്താലും ന്യായീകരിക്കുന്ന കുറേ എണ്ണം ഉണ്ടാവും പുരുഷന്മാർക്കിടയിൽ. അവരെല്ലാം ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ക്രിമിനൽ മെന്റാലിറ്റിയുമായിട്ട് ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ട ആളുകളായിരിക്കും. അപ്പൊ ഇവരുടെ ഒരു സംഘത്തിന്റെ ഒരു പൊതുവായിട്ടുള്ള ഉദ്ദേശമാണ് ഇവനെ ന്യായീകരിക്കുക എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു പയ്യനെ കൊന്നു, ആൺ സുഹൃത്ത് എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ വിശേഷണം. അപ്പൊ ആൺ സുഹൃത്തുക്കൾ, പെൺകുട്ടികൾ ആണ് സുഹൃത്തുക്കൾ മരണപ്പെടേണ്ടവരാണ് എന്ന് ഒരു കൂട്ടം ആളുകളുടെ ചിന്തയുണ്ട്. കൊന്ന ഒരു ക്രൈമിനെ ന്യായീകരിക്കുകയാണ്. എന്നാൽ അച്ഛൻ എന്ന് പറയുന്ന ഒരു ധർമ്മം ഇനിയുള്ള കാലത്തോളം ചെയ്യാതെ അതിൽ നിന്ന് ജയിലിൽ പോയി സുഖമായിട്ടുണ്ടെന്ന് ജീവിക്കാൻ വേണ്ടിയുള്ള പുള്ളിയുടെ കാര്യത്തെ ഇവന്മാർ വിസ്മരിക്കുകയാണ്. ഇനി അയാൾക്ക് അച്ഛൻ എന്ന് പറയുന്ന ആ ഒരു ഡ്യൂട്ടി ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആ കുട്ടി അച്ഛനില്ലാതെ ഇനിയിപ്പോൾ മുന്നോട്ടേക്ക് ജീവിക്കേണ്ടി വരും. ഇവർക്ക് ഇങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. അവരുടെ ഒരു സുഖം, സന്തോഷം, കൊല്ലുമ്പം കിട്ടുന്ന ഒരു സുഖം, അതേപോലെ തന്നെ കൊല്ലുന്ന ഒരുത്തന്നെ ന്യായീകരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം. ഈ നാർസിസിസ്റ്റ് ആയിട്ടുള്ള മദ്യപാനിയായിട്ടുള്ള ആ ഒരു കോംബോയോടൊപ്പം തന്നെ ആഡ് ചെയ്യപ്പെടുന്ന മറ്റൊരു സ്പെഷ്യൽ ക്വാളിറ്റി എന്ന് പറയുന്നത് അത് ഈ പുരുഷ മേധാവിത്വ സമൂഹത്തിൽ ഉണ്ടാവുന്നതാണ്. വലിയ കാര്യമായിട്ട് ഒന്നിനെ കുറിച്ചിട്ടും ചിന്തിക്കുകയോ പഠിക്കുകയോ ഒന്നും ചെയ്യണ്ട. കാരണം അവരാരും ചോദ്യം ചെയ്യില്ല, ആണല്ലേ. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് മറ്റേ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ചാനലിലെ അങ്ങേര് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ. പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ചിന്താ കാര്യങ്ങളൊന്നുമില്ല. കൂട്ടുകാരനൊരു അപകടം ഉണ്ടായി. അപ്പോൾ കൂട്ടുകാരൻ്റെ കുട്ടിയാണ് ജെന്യുവനായിട്ട് വന്ന് പറഞ്ഞ കാര്യങ്ങളാണെന്നൊന്നുമില്ല. കൂട്ടുകാരനൊരു അപകടം ഉണ്ടായി. അപ്പം അവിടെ വന്ന് സംരക്ഷിക്കുകയാണ്, വലിയ സംരക്ഷണം. ആ കുട്ടിയുടെ ട്രോമ അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ട്രോമ അദ്ദേഹത്തിൻ്റെ മെയിൻ സബ്ജക്റ്റ് ആയിരുന്നു ബിഗ് ബോസിൽ പോയ സമയത്ത്. അദ്ദേഹത്തിൻ്റെ ട്രോമ അച്ഛൻ്റെ സ്നേഹം കിട്ടുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ അച്ഛൻ്റെ പീഡനം സഹിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് കൊച്ചു വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ പറയുന്നത്. അപ്പോൾ അത് കുടുംബത്തിൽ ഒതുങ്ങി നിൽക്കേണ്ട കാര്യമാണ്, അത് അമ്മ എങ്ങനെ പ്രതികരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ ഒരു ജഡ്ജ്മെൻ്റ് ഒക്കെ അവിടെ കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യായീകരണ വസന്തങ്ങളും ഇതിനോടൊപ്പം തന്നെ ഉണ്ടാവും. ഈ നാർസിസിസ്റ്റ് ആയിട്ടുള്ള ആണുങ്ങൾ അടിമകളാക്കി വെക്കുന്നതിനകത്ത് ഇതുപോലുള്ള ആരാധകരും ഉണ്ടാവും. കാരണം അവര് മോനെ കുട്ട വാടാ എന്ന് നീ എനിക്ക് എന്ത് തരും എന്നൊക്കെ ചോദിച്ചിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകളോടും അല്ലെങ്കിൽ അവരുടെ അടുത്ത് വന്നിട്ട് ഏട്ടാ എന്ന് പറഞ്ഞ് പുറകെ നടക്കുന്ന ആളുകളോടൊക്കെ പെരുമാറും. കുടുംബത്ത് ഇവർ വൻ തോൽവികളുമായിരിക്കും. ഇവരുടെ ആ ഒരു ഇമേജ് സംരക്ഷിക്കപ്പെടുന്നതിന്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് കുട്ടികൾ പുറത്തു പറയില്ല. അവർക്ക് മറ്റുള്ള കുട്ടികളുടെ മുൻപിൽ ആ ഒരു അപകർഷതാബോധം പ്രശ്നമാണ്. അതുകൊണ്ട് അവർ പുറത്തു പറയില്ല, അവരത് ഒളിക്കും. അതേപോലെ തന്നെ ഭാര്യ അധികം പുറത്തു പറയില്ല. അണ്ടർ പ്രിവിലേജഡ് ആണെന്നുണ്ടെങ്കിൽ ഒട്ടും പറയില്ല, കാരണം മുന്നോട്ടേക്ക് ജീവിക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ സെലിബ്രിറ്റി ആണെന്നുണ്ടെങ്കിൽ പറയാനായിട്ട് വലിയ പേടിയാണ്, കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഏട്ടനാണ്. ഏട്ടന്മാരെന്ത് ചെയ്താലും, അതിപ്പോൾ ക്രൂരമായിട്ടുള്ള സംഘമായിട്ടുള്ള റേപ്പാണെങ്കിലും അത് ഫാൻസുകാർ വന്ന് ന്യായീകരിക്കും, നിശേഷം ഇല്ലാണ്ടാക്കി കളയും. പിന്നീടുള്ള എല്ലാത്തിലും ഇവരുടെ ഒരു CCTV ക്യാമറകൾ പിറകെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ അവരും കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. ഒരു കുട്ടി തുറന്ന് സംസാരിച്ച സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായ സൈബർ അറ്റാക്കുകൾ നമ്മൾ കണ്ടതാണ്. ശരിക്കും ജെന്യുവൻ ആയിട്ടുള്ള ഒരു അച്ഛൻ, ഒരു യഥാർത്ഥ അച്ഛൻ, കർമ്മം കൊണ്ട് അച്ഛനാവുന്ന ഒരാൾ തൻ്റെ മകള് വന്നിട്ട് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ തീരെ ബുദ്ധിമുട്ടി പറയുന്ന സമയത്ത് സമൂഹത്തെ കൺസിഡർ ചെയ്യില്ല. കാരണം ഒരച്ഛന് അദ്ദേഹത്തിൻ്റെ ലോകം എന്ന് പറയുന്നത് മക്കളാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പൃഥ്വിരാജിൻ്റെ ഒരു റീല് ഷെയർ ചെയ്യപ്പെട്ടത് കണ്ടു.
അദ്ദേഹം പറഞ്ഞു വിവാഹം കഴിഞ്ഞതിന് ശേഷം കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായില്ല, പക്ഷെ ഒരു കുട്ടി ഉണ്ടായപ്പോഴത്തേന് വലിയ മാറ്റങ്ങൾ ഉണ്ടായി. അതാണ് അതിൻ്റെ റിയാലിറ്റി. പക്ഷെ അപ്പോഴും സമൂഹത്തെ കൺവിൻസ് ചെയ്യാനായിട്ട് വന്ന് നാടകം കളിക്കുന്ന ഒരാളുടെ ഒരു സമീപനം എന്ന് പറയുന്നത് വളരെ സംശയകരം തന്നെയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഈ ഡൊമസ്റ്റിക് വയലൻസ്, മദ്യപാനം, അതേപോലെ തന്നെ ഫാമിലി ഇഷ്യൂസ്, ഈ ഒരു കാര്യങ്ങൾ കുട്ടികൾ പറയുന്നതിന് നമ്മൾ വലിയ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. അവർക്കതിനകത്ത് കാര്യമായിട്ട് കള്ളം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് കിട്ടാനില്ല. കാരണം അവർ ജീവിതകാലം മുഴുവൻ അതിൻ്റെ ട്രോമയിൽ ജീവിക്കേണ്ടി വരുമെന്നുള്ള ഒരു ഒരു ബോധ്യത്തിൽ തന്നെയാണ് അവർ ആ ഒരു കാര്യങ്ങൾ വെളിവാക്കുന്നത്. ആഫ്റ്റർ ഓൾ ഇത് ഇന്ന വ്യക്തി കൂടെ ചേരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇത് മദ്യപാനികളായിട്ടുള്ള തന്തമാരുള്ള കുടുംബത്തിലെ കുട്ടികൾക്ക് കോമൺ ആയിട്ട് അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങളാണ്. ഇതിനകത്ത് യാതൊരുവിധ വ്യത്യസ്തതകളും ഇല്ല. അതുകൊണ്ട് തന്നെ അത് ഇന്നയാളും ആയതുകൊണ്ടാണ് ഇന്ന പ്രശ്നം ഉണ്ടായത്. അത്തരത്തിലുള്ള കമൻ്റടികൾ നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടാകുന്ന സമയത്ത് അങ്ങോട്ട് മാറി കിട്ടും. അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളതിനെ കുറിച്ചിട്ട് അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളത് ഇങ്ങനെ ആശംസിക്കുകയാണ്. ആരും ഇത്തരത്തിൽ ഉള്ള ഒരു തന്തയാവാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന സംഗതികൾ. ഈ മദ്യപാനികളായിട്ടുള്ള തന്തമാരുടെ മക്കൾ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആ ഒരു ട്രോമയെ മാറ്റി നിർത്തിയത് എന്ന് പറയുന്നത് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഞാൻ അങ്ങനെ മൊത്തത്തിൽ ഒരു ഹാപ്പിനെസ്സിലേക്ക് വന്നൊരു വ്യക്തിയാണ്. പക്ഷെ ട്രോമയൊന്നും ഉണ്ടായില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രിവിലേജ്ഡ് മെന്നാണ്, അത് മനസ്സിലാക്കണം. ആണുങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്. ഇപ്പം നാർസിസിസ്റ്റ് ആയിട്ടുള്ള ഒരു തന്ത ഉണ്ടെങ്കിൽ തൂക്കിയെടുത്ത് വിടാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉള്ള ഒരുത്തനാണ് ഒരു സ്ത്രീക്ക് ജനിച്ചത് എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരെ വീണ്ടും സമൂഹം പിറകെ നടന്ന് ആക്രമിക്കും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട കേസിൽ ആ ഒരു കുട്ടി സമൂഹമായിട്ട് എക്സ്പോസ്ഡ് ആവാനായിട്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഇനിയിപ്പം വിടാതെ പിന്തുടരും. അത് നമ്മുടെ ഇവിടെയുള്ള ഒരു രീതിയാണ്. എന്നാൽ ആ കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ് അവരെ ചേർത്ത് നിർത്തണം എന്നുള്ളൊരു ചിന്തയൊന്നും ഇവിടെയുള്ള ആളുകൾക്കില്ല. ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള അച്ഛൻ്റെ അമ്മയുടെയും കുട്ടി, മദ്യപാനിയായിട്ടുള്ള അച്ഛൻ്റെ കുട്ടികൾ, അവരെയൊക്കെ മാറ്റി നിർത്തണം എന്നുള്ള പൊതുചിന്താഗതിയാണ് സമൂഹത്തിനുള്ളത്. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഒരു സൗഹൃദം പോലും പല മാതാപിതാക്കളും തങ്ങളുടെ കുട്ടികളിൽ ആഗ്രഹിക്കുന്നില്ല. ഇപ്പം ആ ഒരു കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കാനൊക്കെ ആളുകൾക്ക് ഭയങ്കര പേടിയാണ്. അതിനകത്ത് കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. എന്നാലും ആ ഒരു ട്രോമ ഉള്ള കുട്ടികൾ പലരും നല്ല രീതിയിൽ തൻ്റെ കുടുംബത്തെ മികച്ചതായി മാറ്റാറുണ്ട്. അപ്പോൾ അതൊന്നും നമ്മുടെ സമൂഹം വലിയ കാര്യമായിട്ട് അംഗീകരിക്കത്തില്ല. അങ്ങനെയുള്ള സ്പേസ് ഒന്നും ഇത്തരത്തിലുള്ള വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് കിട്ടാറില്ല. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.